ഹലോ ഗൈസ്, തെറ്റ് ചെയ്യാത്തവരെന്തിനു ഭയക്കണം? നമ്മളിത് തെറ്റ് ചെയ്തിട്ടില്ലേ, പിന്നെ എന്തിനു പേടിക്കണം? എന്നത് കേൾക്കാതെ പറയടി. തെറ്റ് ചെയ്യാത്തവൻ എന്തിനു ഭയക്കണം? ഇല്ലേ? നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് തെളിയിക്കില്ലേ? പിന്നെ എന്തിനാണ് ഓരോരുത്തർ ഭയക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ, ആ കുട്ടി എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്, ആ കുട്ടി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം, ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കും എന്ന് വെച്ചാൽ ആ കുട്ടി ആ പെൺകൊച്ചിന് ബോധമില്ലാണ്ട നീ വർഗീയവാദി അല്ലേടി തക്കാളി. ആ കൊച്ചിന് ബോധമില്ലാത്തതിന് ഞാനെന്ത് ചെയ്യാൻ? ഹിന്ദുവാണ്, ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് എവളെ കൊരവള്ളി വലിച്ചു പൊട്ടിച്ച് എവളെ സാമാനത്തിൽ രണ്ട് പട ഇവളെ മിണ്ടാൻ പറ്റാത്താണ്. ആ കൊച്ചിന്റെ നീ ജാതി മതം പറഞ്ഞോണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അൽവലാതി. ഇന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കും. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, അതിന്റെ വോയിസ് ഡീറ്റെയിൽ സഹിതം എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, നോ പ്രോബ്ലം. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം. അപ്പൊ പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ട്. നീ എന്നെ കുറിച്ച് ഞാൻ അന്ന് കണ്ട അന്ന് തൊട്ടിട്ട് നീ എന്നെ കുറിച്ച് വേണ്ടാതീരം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ, അത് നീ റിമൂവ് ചെയ്താൽ ഞാൻ ഇത് റിമൂവ് ചെയ്യുന്നു. ബ്ലാക്ക് മെയിലിംഗ്. എനിക്ക് സ്മൃതിയോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു കൊച്ചെ, ഈ പെണ്ണ് പറയണത് കേട്ടുകൊണ്ട് നീ കിടന്ന് ടെൻഷൻ ആകല്ലേ. ലോകത്തൊരു മനുഷ്യൻ ഈ നാറി പറയണത് വിശ്വസിക്കത്തില്ല. ഇനിയിപ്പോൾ അഥവാ വിശ്വസിച്ചാലും തന്നെ നിന്നെ അറിയുന്ന നിൻ്റെ വീട്ടുകാരും ചുറ്റുവട്ടത്തുള്ളവരും ഒക്കെ ഉണ്ടല്ലോ. എനിക്കറിയാം, ഒരു വിവാഹം കഴിക്കാത്തൊരു കുഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ സത്യാവസ്ഥ കൊണ്ടുവരുന്നത് ഞാനും ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. നമ്മളെ അടുത്തൊന്ന് വളരെ ഇന്നസെൻ്റ് ആയിട്ട് വളരെ അവിടെ ഉത്തരവുണ്ണി ഒന്ന് ചോദിച്ച ചോദ്യം കേട്ടില്ലേ, താത്ത നിങ്ങളും ആ നിങ്ങളുടെ മകനും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവരിത്ര ആധികാരികമായി പറയുന്നുണ്ടല്ലോ എന്ന്. ശരിയാണ്, അത്തരത്തിൽ തലയിൽ തലച്ചോറില്ലാത്ത ഊളകൾ അത് വിശ്വസിക്കും. അത് കൊച്ചു പറയണ ന്യായം തന്നെയാണ്. പക്ഷെ ഇവള് പറഞ്ഞെന്നും പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തലയ്ക്ക് വെളിവില്ലെന്ന് ഞാൻ പറയും. ഒരു വിഷയം ഞാൻ പറയാം. ഒരു പെൺകുട്ടിയെ താഴ്ത്താൻ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവരെ ഇങ്ങനെ അവിഹിതമൊന്നും ഗർഭമൊന്നും കണ്ടവൻ്റെ കൂടെ കിടന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നോക്കും. ആർക്ക് നോവും? അങ്ങനെയൊന്നും ചെയ്യാത്തവർക്ക് നോവും. ഇവക്ക് വെപ്രാളം ഇല്ലാത്തതെന്ന് പറയും. അതൊക്കെ ചെയ്യുന്നോണ്ടാ നമ്മൾ പിന്നെ ഇങ്ങനെ പരന്ന് കിടക്കുകയല്ല, പഞ്ചായത്ത് വെക്കൂസല്ലേ. അപ്പോൾ പിന്നെ എന്തും ആകാമല്ലോ. അതാണ് പ്രശ്നം. അപ്പം അത് മനസ്സിലാക്കേണ്ടത് സ്മൃതിയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബാക്കി അപ്പൊ ആ കൊച്ചു പറഞ്ഞത് അത് അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാ നീ റിമൂവ് ചെയ്യണ്ട, അങ്ങനെ തന്നെ പോകട്ടെ. അവള് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ. ആ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോന്നും ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെന്നും. വേറൊരു കാര്യം പറയട്ടെ, ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട്, മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ ചോദിച്ച ചോദ്യം എങ്ങനെ ഗൈനക്കിനെ കാണിക്കുന്ന ഇവളെ കണ്ടു എന്നുള്ള ഒരു ചോദ്യം പോയിട്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം. ഞാൻ റിസപ്ഷനില് ഷീറ്റ് എടുക്കാൻ പോകുന്ന സമയത്താണ് എന്റെ മുമ്പിൽ ഒരു പയ്യൻ, സുധീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ, ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷീറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പെണ്ണിന്റെ പേര് മാറ്റിയാണ് അവര് പറഞ്ഞത്. അപ്പൊ മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പൊ ഹസ്ബൻഡ് നെയിം കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ടോ, സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യന്റെ കൂടെയാണ് ഇവൻ വന്നത്. ഇനി അവന്റെ പേര് കറക്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അവൻ ഷീട്ട് എടുത്ത് വാ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കൊച്ചിനെ എവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ എന്നപ്പോ എനിക്ക് തോന്നിയത് യൂട്യൂബർ അല്ലേ. അപ്പൊ ഇതിന്റെ ഷുജീഷാണ് ചീറ്റ് എടുക്കുന്നത്. ഷുജീഷിനെ കണ്ടിട്ട് ഇവക്ക് മനസ്സിലായി അവനെ എവിടെ കണ്ടിട്ടുണ്ടെന്ന്. എനിക്ക് മനസ്സിലായാ? നീ ഷുജീഷിനെ കണ്ടോന്നാ എനിക്ക് മനസ്സിലായത് ആരോ ഷുജീഷ് ഗർഭം കലക്കാൻ വന്നാണെന്ന്. അയ്യോ എവളാരി എടി, ഇത്തിക്കൂടെ വിശ്വാസ യോഗ്യതയുടെ കുറച്ചുകൂടെ നല്ലല്ലോ. നീയാണ് ഡാക്ടർ എന്ന് പറയടി, നീയാണ് അതിൻ്റെ ഗർഭം കലക്കിയെന്ന് പറയടി. അപ്പം നാട്ടുകാർ വിശ്വസിക്കും. അടി ഗർഭം കലക്കി തള്ളേ, നിനക്ക് എന്തിൻ്റെ കുത്തിക്കഴപ്പാണടി ഒരു കൊച്ചിൻ്റെ നേരെ ഇമ്മാതിരി ചാട്ടം ചാടും. സ്മൃതി തയ്യാറാണോ? നമുക്ക് എത്രയിടം വരെ ഒന്ന് പോകാം. നീ തയ്യാറാണെങ്കിൽ ഞാൻ റെഡി. വലിച്ചിട്ട് രണ്ട് പൊട്ടിച്ചിട്ട് വാടി കൊച്ചേ, അതാ ചെയ്യേണ്ടത്. ഇമ്മാതിരി അലവലാ ഇത്ര പറയണം. അപ്പം ചോദിക്കും താത്താടെ മോനെ പറ്റി പറഞ്ഞിട്ട് താത്താക്ക് എന്താ, അല്ലെങ്കിൽ ഇനി ചേച്ചിയുടെ മോനെ പറ്റി പറഞ്ഞിട്ട് ചേച്ചി എന്താ ചെയ്തതെന്ന്.
മോളെ എഴുന്നേറ്റിരിക്കാൻ പറ്റണ്ടേടി, എന്നെക്കൊട്ട് ആവതുണ്ടെങ്കിൽ ഞാൻ എവളെ വീട്ടിൽ കയറി തല്ലൂലേ, അതിൽ വരുന്ന കേസ് ഞാൻ ഏൽക്കും. എൻ്റെ ചെറുക്കനെ പറഞ്ഞവിടെ, നീ ഭാവിയുള്ള കുഞ്ഞല്ലയോ, അതിനെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഈ അഭിസാരിക വല്ലതുമൊക്കെ ഇരുന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിത് അറിഞ്ഞ കേസ് പോലും അല്ല. എൻ്റെ മോനെപ്പറ്റി എത്ര ആധികാരികമായിട്ടാണ് തള്ളിയതെന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇതിലെന്താണെന്നറിയാമോ, ഇവൾക്കെതിരെ ഇവൾ കേസ് കൊടുത്ത സർവത്ര വ്യക്തികളെയും കൂട്ടിക്കൊണ്ടുവരിക, എല്ലാവരും ചേർന്ന് ജോയിൻ്റ് ഒരു പെറ്റീഷൻ കൊടുക്കുക, മാസ് പെറ്റീഷൻ. അതിന് വല്ല ന്യായവാദമോ അല്ലെങ്കിൽ അതിന് വല്ല വകുപ്പും ഉണ്ടോ എന്ന് വക്കീലിനെ അന്വേഷിച്ചിട്ട് എല്ലാവരോടും ഒന്നിച്ച് നിൽക്കുക ശക്തമായിട്ട്. കാരണം നുണപ്രചരണം വഴി ഒരുപാട് കുട്ടികളുടെ ഭാവി ഇവരെ നശിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി പേരുടെ ഭാവി. അപ്പോൾ അവരെല്ലാവരും കൂടെ ഐക്യപ്പെടുത്തി, ഞാനത് ട്രൈ ചെയ്തിരുന്നു ഒരു പ്രാവശ്യം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ജാമ്യതയുടെ കേസ് മറ്റുമൊക്കെ വന്നിട്ട് എനിക്ക് കുറേയധികം വേറെ വരുത്തിരിവുകളിൽ പോയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ബാഡാണ്, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതാണ്. പക്ഷെ ഞാൻ പറയണത്, എനിക്ക് കോടതി കേസെടുത്തു, ഞാൻ മൊഴി കൊടുത്തു. രണ്ടാമതൊരു കേസ് ഞാൻ മകന് വെച്ച് കൊടുത്തിട്ടുണ്ട്, മകൻ മൊഴി കൊടുത്തു. ആകെ ഞങ്ങൾ കേസുമായി മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നിനും പോയിട്ടില്ല. പക്ഷെ നിവൃത്തി കിടുമ്പോൾ നമ്മൾ കയറി ഇടിക്കും, അതിൽ തർക്കം വേണ്ട. പോലീസുകാരെന്നല്ല, കോടതിയെന്നല്ല, പ്രധാനമന്ത്രി പറഞ്ഞാൽ ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കും, ഒരു തർക്കവും വേണ്ട. ഇവക്ക് ചില്ലറ കുത്തിക്കഴപ്പൊന്നുമില്ല, കൊച്ചു പിള്ളേരെ കാണുമ്പോൾ കഴപ്പാണ് ഇവക്ക്, വേറൊന്നുമില്ല, അസൂയയാണ്. ആ കുട്ടി കാണാൻ നല്ല വർക്കത്തുള്ള കുട്ടിയില്ലേ, അള്ളാൻ്റെ നൂറുണ്ട് എൻ്റെ മുഖത്ത്. അത് കാണുമ്പോൾ ഇവക്ക് ഇയാളാകുന്നു. എടീ നിന്നെ കണ്ടാ എടീ അള്ളാണ വെടിപ്പടക്കം പടക്ക, മാലാദീ പെട്ടി പൊട്ടി താലാദീ പൊട്ടി പൊട്ടി പെടിപ്പടക്കം, ആ പടക്കമാണേ ശാവാം. പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം, ഇവിടെ ആ പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ. എല്ലാം അറിയാം, കാലിൻ്റെ ഇടയിലുള്ള സർവത്ര രോമക്കഥയും അവക്കറിയാം. എന്തൊരല്ലോ അറിയാന്നടി. എടി നിന്റെ മോളെ ബർത്ത്ഡേ എന്നടി, അതറിയാം എനിക്ക്. നിന്റെ മോനെ പ്രസവിച്ച ദിവസം ഓർമ്മയുണ്ടാടി? ഉണ്ടാടി. എൻ്റെ കല്യാണ ദിവസം ഓർമ്മയുണ്ടാടി? അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ട? മോളെ ഇത് എത്ര അമ്പരുണ്ട്? 5 ഉണ്ടാ 4 ഉണ്ടാ? ഇന്ന് വെളുപ്പിനെയാണാ രാത്രിയാണാ? മോളെന്തൊരു കാച്ചി? എടി സോഷ്യൽ മീഡിയ, യൂട്യൂബ് അല്ലച്ചാൽ ഇതിനൊക്കെ ഉണ്ടല്ലോ, PWD എന്ന് പറഞ്ഞ അങ്ങോട്ട് തുടങ്ങണം. പടയപ്പ മൂടിലിടേണ്ട സംഗതിയാണ് ഇതൊക്കെ. ആ വേർഡ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. അപ്പയാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷീട്ട് എടുത്ത്, അപ്പ ഞാനിത് എങ്ങോട്ടാ പോകുന്ന ഷീറ്റ് നോക്കിയ സമയത്താണ് ഗൈനക്കിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഇത്ര കുലം കുശിതമായി നീ അവളുടെ ചന്തയിൽ നോക്കിക്കൊണ്ട് നിന്നിനു ആണോ? ആരൊക്കെ വീഡിയോ ചെയ്തിട്ട് പറയുന്നുണ്ട് ഇതെന്തോ ഇല്ലീഗൽ വർക്കാണ്, ഇമ്മോറൽ വർക്കാണ്. അങ്ങനെയൊന്നുമല്ല. ഇവിടെ പിന്നെ അബോഷനൊക്കെ പോസിബിളാണ്. കാരണം ഫിസിക്കൽ കണ്ടീഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ അബോഷൻ അഡ്വൈസ് ചെയ്യും. എന്തിന് പിന്നെ ദയാവധം പോലും ഇവിടെയുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ആ കുട്ടിയെ അങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ്. ഐ തിങ്ക് സ്മൃതി ഇത് ഓവർകം ചെയ്യാൻ കുറച്ച് പാടുപെടുമായിരിക്കും. സ്മൃതി എന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ മനഃപൂർവ്വം എടുക്കാത്തത് നിങ്ങളെ വിളിക്കാത്തതുമാണ്. കാരണം കരയെങ്ങാനും ചെയ്താൽ എനിക്ക് കരി വരും. അത്രയും ബോൾഡായി നിൽക്കുന്ന താൻ വിഷമിക്കാതിരിക്കുക. ബി ബ്രേവ്. ഒന്നാമത്തെ കാര്യം, ഇവളെന്നല്ല ഈ ലോകം മുഴുക്ക നിന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാലോ, നിങ്ങളെ അത്രയല്ലേ ഉള്ളൂ. പിന്നെ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ അടിയാണ് പറ്റിക്കേണ്ടത്. തയ്യാറാണെങ്കിൽ പറ. കൊയിലാണ്ടിയിലുള്ള സർവത്ര പെണ്ണുങ്ങൾക്ക് എൻ്റെ നടുതിരൽ നമസ്കാരം. ഇങ്ങനൊരു അലവലാതി അവിടെ വെച്ച് പുറപ്പിക്കുന്നതിന് ഇടി ധൈര്യം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വാടി. ഇടി നീ തിരുവനന്തപുരത്തോട്ട് വാടി. നിന്റെ എന്തിരപ്പി നിന്നെ ഞാൻ എന്തൊരു ചെയ്യുമെന്ന് എനിക്ക് എന്നെ അറിയത്തില്ല. ശിവനെ കൺട്രോൾ ചെയ്താ. നിങ്ങളൊക്കെ ഒന്ന് ഒരു ചുളൂലറിഞ്ഞ സംഭവങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവിടെ ചെയ്തു തരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പേരും നാളൊക്കെ മാറ്റി പറഞ്ഞിട്ടാട്ടോ ഇവിടെ വന്നിരിക്കുന്നു. എന്നാ മാറ്റി പറഞ്ഞ പേര് എന്തരീ അതും കൂടെ പറ. അതായത് ഇവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഇവളുടെ പേര് അന്വേഷിച്ച് പോകും. അപ്പോൾ അത് തെറ്റാണ്, പേര് മാറ്റി പറഞ്ഞതാണ്. ഇനി നീ ആ സുധീഷ് എന്ന് മാത്രമല്ല മറ്റേ പേരും കൂടെ പറയണം. ആ പെൺകുട്ടിയുടെ പേര് എന്താണ് മാറ്റിയത് അതും കൂടെ പറയണം, കൃത്യമായിരിക്കണം. ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ഇതിപ്പം ഇതിന് എനിക്ക് വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, അത് ഇതിൻ്റെ അവസാനം ഞാൻ വെക്കാം. ധൈര്യം എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറ ഉണ്ടാക്കും പോലും. എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലുകാരെ കൊണ്ട് എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കും. ഞാൻ പറഞ്ഞു നീ കൊടുപ്പിച്ചോ, നോ പ്രോബ്ലം. കാരണം CCTV അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പേര് എന്തിനാണ്? നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ അങ്ങനെ പറയാനേ എനിക്കെന്നെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പം ഈ കുട്ടിയുടെ ഭാഗത്ത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. ഞാൻ ഈ വിഷയം ഇനി സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഞാൻ
എത്രയോ വെള്ളിടി വെട്ടിപ്പോണു, ഒരെണ്ണം ഇവളെ തലയെ വെട്ടി പൊളന്നവള് തീരാത്തത് എന്താണെന്നാണ് എൻ്റെ സംശയം. അപ്പോൾ എനിക്ക് വന്നൊരു കമൻ്റ് ഉണ്ട്, അതൊന്ന് വായിക്കാം. കമൻറ്റ് തീർച്ചയായിട്ടും വായിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ കമൻറ്റ് വെച്ചൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു കമൻ്റാണ്, പ്ലാനിക്കോ അങ്ങനെ എന്തോട് പേര്, എന്താ പേര് കറക്റ്റ് അറിയത്തില്ല. സ്മൃതി വിഷയം എല്ലാ യൂട്യൂബർമാരും റിയാക്ഷൻ ചെയ്യുന്നത് കണ്ടു. ഇതുപോലെ അല്ലായിരുന്നോ ഇത്തായുടെ മകനെ കുറിച്ച് വളരെ മോശമായി ജസ്നയാസ് അരുണും പറഞ്ഞപ്പോൾ ഒരു യൂട്യൂബർമാരും ലാൻഡില്ലല്ലോ, ഉണ്ടായിരുന്നില്ലെന്നായിരിക്കും. എന്താ ഇത്ത ഒരു യൂട്യൂബർ അല്ലേ, ന്യായമല്ല. ഇത്താക്ക് എന്താ മക്കളെ പറയുമ്പോൾ വേദനിക്കില്ലേ? ആ മക്കൾക്ക് പുറത്തിറങ്ങണ്ടേ? മൂപ്പൻ റിയാക്ഷൻ ചെയ്ത വീഡിയോയ്ക്ക് അടിയിൽ ഞാൻ പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്താ പുള്ളിക്കാരൻ എന്തോ വിഷമം വന്നിട്ട് എഴുതിയിട്ടതാണ്. എനിവേ അതിനൊരു കമൻറ്റ് ബാക്ക് ചെയ്യാം. ഇത്തായുടെ മകനെ പറഞ്ഞാലോ ഇത്തായെ പറഞ്ഞാലോ ഒന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. ഷെഫീന ബീവി ആർക്കും എന്തും പറയാം. നിങ്ങൾ ഇപ്പോഴായിരിക്കും എന്നെ കാണുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ വന്നിട്ട് 4 വർഷത്തോളമായി നിരന്തരമായി ഇതുപോലെ വേട്ടയാടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. സത്യം വിളിച്ച് പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് പല രീതിയിലുള്ള അവഹേളനപരമായ പല കാര്യങ്ങളും പറഞ്ഞതാണ്. മൈ ലൈഫ് ഈസ് ആൻ ഓപ്പൺ ബുക്ക്. ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ വീട് അഡ്രസ്സാണ് കൊടുക്കുന്നത്. അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. പിന്നെ എൻ്റെ മകൻ്റെ കേസ്, പെൺകുട്ടികളെ പറയുമ്പോൾ ആളുകൾ കൂടുതൽ വിശ്വസിക്കും. പെൺകുട്ടികൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആൺകുട്ടികളെ പറഞ്ഞാൽ ആരും അധികം അത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പക്ഷെ അവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്താൽ അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് കഞ്ചാവ്, കള്ളെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കത് ബാധിക്കുന്ന കേസാണ്. ഇവൾ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഇവൾക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളതാണ്. എൻ്റെ മൂത്ത മകൻ അത് രണ്ടാമതാണ് പറഞ്ഞത്. ആദ്യം 2 ആൺമക്കളും അയച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കിടന്നിട്ട് ഇവർക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവ വിശേഷമുള്ള കുഞ്ഞുങ്ങളല്ല എൻ്റെത്. അങ്ങനെ കുട്ടികൾ അഥവാ ചെയ്തിട്ടുണ്ട്, അതൊരു വലിയ കുറ്റമായിട്ടൊന്നും ആരും എടുക്കാനും പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇളയ കുഞ്ഞ് കഞ്ചാവെന്ന് പറഞ്ഞത്, അതും ഞാൻ വിശ്വസിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി അഥവാ വിശ്വസിച്ചാലും ഇല്ലേലും എൻ്റെ കുട്ടീനെ അങ്ങനെ പറയുമ്പോൾ അത് റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ കാണുന്ന ഈ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ സംശയം എനിക്കുമുണ്ട്, മുൻപുണ്ടായിരുന്നു. ഇപ്പം ഞാനത് വലിയ കാര്യമാക്കുന്നില്ല. കാരണം എൻ്റെ വിഷയം എടുക്കുന്നത് എന്തോ കുറച്ചിലായിട്ട് കരുതുന്ന കുറേ അധികം പേരുണ്ട്. അതിൽ പിന്നെ സായി ഉണ്ട്. സായിയൊക്കെ എന്നെ താറടിക്കാനും ഒതുക്കാനും ശ്രമിച്ചവരാണ്. ഒരു കള്ളത്തി, അതായത് ഒരു തട്ടിപ്പുകാരിയുടെ വീഡിയോ ചെയ്ത ആളാണ് കാദർ കരിപ്പൊടി. പക്ഷെ ഇതൊന്നും എടുക്കത്തില്ല. മീൻസ് അവർക്കൊക്കെ ഭയമുള്ള ഒരു യൂട്യൂബറാണ് ഞാൻ. സത്യം പാത്രം പറയും. അല്ലാതെ ഇവരുടെ നുണപക്ഷം പിടിക്കുകയോ ചിലത് മിഴുങ്ങുകയോ ഒന്നുമില്ല. ഇന്ന പക്ഷം പിടിച്ച് സംസാരിക്കുന്ന വ്യക്തിയുമല്ല ഞാൻ. അപ്പം ഇവർക്കൊക്കെ എന്നോടുള്ളത് ഒരുതരം ജലസിയാണ്. അതുകൊണ്ടാണ് അവരാരും എടുക്കാത്തത്. ഈ ദേവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ദേവ്, പിന്നെ മനു, അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ഡാനി മുമ്പ് ചെയ്യുമായിരുന്നു, അതുൽ ചെയ്തിട്ടുണ്ട്. അതുൽ എന്നോട് ആദ്യമൊക്കെ ദേഷ്യമാണെങ്കിൽ പിന്നെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേരൊക്കെ എൻ്റെ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവർ കിക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയും അതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന കുറേ വാഴകളും ഉണ്ട്. അവർ ഞാനും ചേർന്ന് പോകത്തില്ല. എന്നാൽ അവർ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് അവരെന്നെ എടുക്കാത്തത്. പിന്നെ ലേഡീസ് എന്താ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഒത്തിരി ലേഡീസ് എടുക്കുന്നുണ്ട്. അവർക്കൊന്നും വലിയ റീച്ചില്ല. അതുകൊണ്ട് അവരാരും അത് എടുക്കുന്നില്ല എന്ന് പൂർണ്ണമായി പറയാനൊക്കത്തില്ല. കിക്ക് എന്ന സംഘടനയും അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന കുറേ വാഴജന്മങ്ങളും ഉണ്ട്. അവരൊക്കെ എങ്ങനെ റീച്ചായെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇതുപോലെ സംസാരിക്കാൻ പറ്റിയ മറ്റ് യൂട്യൂബേഴ്സ് ഇല്ല. അതുകൊണ്ട് അവർക്ക് റീച്ച് കിട്ടി എന്നതിനപ്പുറം അവർ പറയുന്നതിനേക്കാൾ നല്ല ഭംഗിയായി അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദേവിൻ്റെയൊക്കെ വീഡിയോ കണ്ടാൽ നോക്കിയിരുന്നു പോകും. ഞാൻ കൃത്യം അവൻ്റെ ഒരു വ്യൂ എൻ്റെതാണ്. മേനകെട്ടത് എത്ര ബിസി ഉണ്ടെങ്കിലും ഞാൻ അവൻ്റെ പോയിരുന്ന് കാണും. അതുപോലെ തന്നെ മനുവിൻ്റെതും നന്നായി നല്ല സ്വാരസ്യമായി സംസാരിക്കുന്ന ഒരാളാണത്. അപ്പോൾ അവരുടെയൊക്കെ ചാനലുകൾ കാണാൻ ആൾ കുറവാണ്. അതെന്തുകൊണ്ടെന്നറിയാം, ജെന്യുവിനായിട്ട് റിയാക്ട് ചെയ്യുന്നവർക്ക് വ്യൂ കുറവാണ്. അതേസമയം ഓൺ സൈഡഡ് ആയിട്ട് ചിലർക്ക് സൂചിക്കുന്ന രീതിയിൽ പറയുന്നവരെ ആളുകൾ എടുക്കും. നമ്മൾ സാധാരണക്കാരൻ്റെ ഭാഷ സംസാരിക്കുന്നവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവളായതുകൊണ്ടും അവരെടുക്കില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ എൻ്റെ കുട്ടികളുടെ കാര്യം, അവർ സത്യം പറഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ അവർ വന്ന് സംസാരിക്കുന്നില്ല എന്നതൊഴിച്ചാൽ അവരുടെ ലൈഫ് എന്നിൽ കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബ്ലെസ്ഡ് ആണ്. എൻ്റെ കുട്ടികളെ പറ്റി പറഞ്ഞതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഇവൾ പറഞ്ഞുകൊണ്ട് എനിക്കൊരു വിഷമമില്ല. എൻ്റെ കാരണം ഇവൾ മൂലം ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് ആൺപിള്ളേരുണ്ട്, 18ഓളം പേരുണ്ട്. അതിൽ ആ കുട്ടികൾക്കൊക്കെ നീതി ലഭിക്കാൻ എൻ്റെ മോൻ കാരണക്കാരനായി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.
എൻ്റെ മകനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ മകൻ്റെ പേര് ഉപയോഗിക്കപ്പെട്ടത് ഞാൻ വളരെ സംതൃപ്തിയാണ്. കാരണം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ഈ കുട്ടികളുടെ കഥകൾ. ഇവളെ ഉപയോഗിക്കാതെ, ഇവളൊന്ന് തൊടാതെ പോലും ഇവൾ മോശം പറഞ്ഞിട്ട് കേസ് കൊടുത്ത മഹത് വ്യക്തിയാണ്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇവളോട് കേസ് കൊടുത്താൽ എടുക്കാത്തത്. പിന്നെ അത്യാവശ്യ അധികാരികളിൽ ഈ കിടന്നു കൊടുത്താൽ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന കുറേ വൃത്തികെട്ടവന്മാരുണ്ട്. അവരെ കയ്യിൽ വെച്ചിട്ടുള്ള ഡാൻസാണ് ഇവൾ ഈ കാണിക്കുന്നത്. അതിന് തക്കവണ്ണം അവരുടെ അധികാര ദുർവിനിയോഗം നടത്തി എന്ന രീതിയിൽ കൈയോടെ പിടിക്കുമ്പോൾ തീർന്ന കുത്തിക്കഴപ്പേ അവർക്കും ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ, ആണിനൊരു നിയമം പെണ്ണിനൊരു നിയമമൊന്നുമല്ല. എൻ്റെ മകന് വേണ്ടി ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണാത്തതാണ്. പക്ഷെ അവർക്കൊന്നും വലിയ വ്യൂ ഇല്ല. അവർ 300K 400Kയുടെ ആൾക്കാരല്ല. അങ്ങനെയുള്ളവർ കിക്കന്മാരെ കൂടെയാണ്. അപ്പോൾ കിക്കെന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ്. സായിയൊക്കെ ഉൾപ്പെട്ട ഒരു സംഘടനയാണ്. അവർക്കിടയിൽ ഒരു അലിഖിത നിയമമുണ്ട്. ഇന്ന ആളുടെ കേസ് എടുക്കാവുള്ളൂ എന്നാണ്. ഇപ്പം ഞാൻ കൊല്ലപ്പെട്ടാൽ പോലും ഒരു വാർത്തയാക്കൂല. എനിക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും ഈ പറയുന്ന കിക്ക് ടീം എടുക്കൂല. എല്ലാം പിന്നെ വാർത്തകൾ, അതായത് ഇപ്പോൾ മാധ്യമത്തിൽ ഒരിക്കൽ എൻ്റെ ഒരു വാർത്ത വന്നൊരു ജാമ്യതയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും മീഡിയ എടുത്ത് കണ്ടിട്ടുണ്ടോ? എടുക്കില്ല, ആരും എടുക്കില്ല. അതിൻ്റെ കാരണം അവർക്ക് സുഖിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുക. ആരുടെയും ഒപ്പം നിൽക്കാതെ ഒരു ചാനലിലും പോയി ഇത് കൊടുക്കാതെ നിൽക്കുന്നവരെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട, അത് ഇഗ്നോർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിന് വളരെ നന്ദി. നിങ്ങൾക്കെങ്കിലും അത് തോന്നി എന്നുള്ളത് വളരെ സന്തോഷം. പിന്നെ എനിക്ക് വേണ്ടി സംസാരിച്ച കുറേയധികം യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട്. വളരെ നല്ല കാര്യം. ഈ സ്ത്രീ മുഴുക്ക നുണയാണ് പറയുന്നത്, പൊട്ടത്തി നുണച്ചിയാണ്. ഇതിനെ കേസല്ല പരിമിതി, ഇത് കേസല്ല പ്രതിവിധി. ആ നാട്ടിലെ പെണ്ണുങ്ങൾ സംഘടിക്കുക. ഒരു ദിവസം ഇവളെ പിടിച്ച് നല്ല 2 പൊട്ടിയിരും. അതാണ് ഏറ്റവും നല്ല പരിപാടി. അപ്പോഴേ മര്യാദ വരുള്ളൂ. ഇവളുടെ മക്കളുടെ മുമ്പിലിട്ട് 2 പൊട്ടിക്കണം. അത് ക്രൈമാണെന്ന് എനിക്കറിയാം, അങ്ങനെ പറയുന്നതും ക്രൈമാണ്. പക്ഷേ അത് അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ അധികാരികൾ ഇത് സ്റ്റോപ്പ് ചെയ്യിക്കത്തില്ല. ഇവളുടെ ചാനൽ കൂട്ടിക്കളയണം. കാരണം ദിനം പ്രതി ഇരുന്ന് നിങ്ങൾക്കറിയാലോ, ഒരുപാട് പേര് ദിനം പ്രതി ഇരുന്നുകൊണ്ട് നുണപ്രചരണം നടത്തുന്നവരുടെ ചാനൽ പൂട്ടാൻ പോലീസിന് അധികാരമുണ്ട്. അത് ചെയ്യണം. ഇവളുടെ ചാനൽ പൂട്ടണം. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വെച്ചാണ് അവൾ ഈ കളിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കള്ളം പറയുന്നത്. ഈ കള്ളത്തരം പറയുന്നവർക്ക് വെക്കരുത്. ഇപ്പം ഞാൻ കൊടുത്ത കേസിൻ്റെ ചാർജ് ഷീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇനിയൊരു പേപ്പർ കൂടെ കിട്ടുക. അത് വെച്ച് ഞാൻ ഇവളുടെ ചാനലിൻ്റെ റിപ്പോർട്ട് ഞാൻ കൊടുക്കും. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കൊടുക്കും. വളരെ വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ അവൾക്ക് പണി കൊടുക്കും. അവളുടെ ചാനൽ അടിച്ച് കളയാനുള്ള പരിപാടി ഞാൻ യൂട്യൂബിന് പരാതി കൊടുക്കും. അപ്പോൾ എനിക്കത് ഉറപ്പാണ്. കേസ് കൊടുത്ത് കൃത്യമായി അതിൻ്റെ ഇതുണ്ട്, ചാർജ് ഷീറ്റ് ഉണ്ട്. ഇനി കോടതിയിൽ നിന്നുള്ള പേപ്പർ കൂടെ എനിക്ക് കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ ഇവക്കുള്ള പണി ഞാൻ കൊടുക്കും. അതുമാത്രമല്ല, ഇവളെ അതിലേക്ക് പ്രോത്സാഹിപ്പിച്ച എല്ലാ മലരുകളുടെ ചാനലുകൾക്ക് ഞാൻ പണി കൊടുക്കും. അത് ഞാൻ പറഞ്ഞു തന്നെ ചെയ്യും. അതിനകത്ത് ഒരു കാര്യവും പിന്നോട്ടില്ല. എല്ലാവരും പൊങ്ങി വരുന്നത് കണ്ടങ്ങ് സന്തോഷിക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, അതിന് പണിയുണ്ട്. നിരന്തരമായി എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ചാനലുകളുടെ കാര്യവും പ്രതിസ്ഥാനത്താണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്മൃതി എന്നെ കാണുന്നുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ഈസി, ഇഗ്നോർ ഹർ ആൻഡ് നിങ്ങൾ നിങ്ങളുടെ വഴിയെ പോകൂ. അവളുടെ അടുത്ത ഇര നിങ്ങളാണ്, റീച്ചാണ് ഉദ്ദേശം. മറ്റവരെ പിടിക്കുന്ന കണക്കല്ല, നിങ്ങളെ പിടിക്കുമ്പോൾ കുറച്ചുകൂടെ റീച്ച് കിട്ടുമെന്ന് അവർക്കറിയാം. അതാണ് ഉദ്ദേശം. ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ നിന്ന് വരാൻ പോകുന്നത് സാധ്യതയുള്ളത് ഇതിനേക്കാൾ വൾഗറായ സാധനങ്ങളായിരിക്കും. ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കോർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയും. സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ, ജോയിൻ ടുഗദർ, ഗോ ദെയർ, ടോക്ക് ടു ഹർ. അത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക, വീഡിയോ എടുക്കുക, നാട്ടുകാരെ മുമ്പിൽ വെച്ച് അലക്കി വെളുപ്പിച്ചങ്ങ് വിട്ടുകൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. നാണമുള്ളോളല്ല. പിന്നെ ഇവളെ വെച്ച് വീഡിയോ എടുക്കുന്ന അവർക്കെതിരെയും നിൽക്കുക. ഏത് മീഡിയ ആണ് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് അവർക്കെതിരെയും കർശനമായി നിൽക്കുക. പൊതുസമൂഹം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. സമൂഹമാണ് ഇളകേണ്ടത്. വളരെ മോശപ്പെട്ട രീതി ഒരു പെൺകുട്ടി അവഹേളിക്കുന്ന കണ്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നത് ഒരു ക്രൈമാണ്. താങ്ക് യു സോ മച്ച്.